എന്തിനീ ജീവിതം, എന്തിനീ ജന്മം തന്നു എന്ന് പോലും മടുത്തുപോയി ജീവിതം. മരിച്ചാൽ മതി എന്ന് പോലെ ഈ ചർച്ചിൽ വരുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല, സൃഷ്ടാവിനോട് സൃഷ്ടിച്ചത് എന്തിനെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചർച്ചിൽ ഈ സഹോദരി വരുന്ന സമയത്ത് 1 രൂപ പോലും വരുമാനമില്ലാതെ എങ്ങനെ ഓരോ ദിവസവും കടത്തി വിട്ടെന്ന് അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ വലിയ പ്രതിസന്ധിയിൽ ദാരിദ്ര്യത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഈ സഹോദരി വീട്ടിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം വിസിറ്റിങ്ങിന് പോയ സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറഞ്ഞു, ഒക്ടോബർ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു തിരിവ് ദൈവം അയക്കും. അത് ഒരു പ്രത്യേക സംരംഭം നിങ്ങൾ തുടങ്ങും. അത് ആഹാരവുമായി ബന്ധപ്പെട്ടായിരിക്കും. സ്ട്രീറ്റിൽ തട്ടുകട പോലെ ആഹാര സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയും അനേകർ അത് വന്ന് ഭക്ഷിച്ച് പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പാട് കാണിച്ചു. അത് 2024 ഒക്ടോബറിന് മുമ്പായിരുന്നു ആ പ്രവചനം. പക്ഷേ ദൈവാത്മാവ് വർഷം വെളിപ്പെടുത്തിയില്ല. ഈ കുടുംബം ഒത്തിരി പ്രതീക്ഷയോടെ 2024 ഒക്ടോബറിൽ കാത്തിരുന്നു. പക്ഷേ അത് നടന്നില്ല, ഭാരപ്പെട്ടു. പക്ഷെ ദൈവം വർഷം പറയാത്തത് കൊണ്ട് അത് 2025 ദൈവം ഒരുക്കിയത്. വർഷം പറഞ്ഞില്ല, ഒക്ടോബർ എന്നായിരുന്നു അവർ കേട്ടത്. 1 രൂപ വരുമാനമില്ലാത്ത സഹോദരിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഒക്ടോബർ മാസം സകലരെയും ഞെട്ടിക്കുന്ന നിലവാരത്തിലൊരു സാമ്പത്തിക വാതിൽ ദൈവം തുറന്നു. പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കയ്യിലൊരു സമ്പത്ത് വന്നു, ഞാൻ തട്ടുകട തുടങ്ങാൻ പോവുകയാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ മുടക്കി തട്ടുകട തുടങ്ങുന്ന സമയം നിങ്ങൾക്കറിയാം. ഞാൻ അന്ന് പ്രാർത്ഥിച്ച് വിടുന്ന സമയത്ത് വേദിയിൽ നിന്ന് ഞാൻ പ്രവചിച്ചു പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടരുത്, ലൊക്കേഷൻ മാറും. അവരുടെ ഇഷ്ടപ്രകാരം ഒരു ലൊക്കേഷനിൽ കൊണ്ട് അത് സ്ഥാപിച്ചു. അത് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ലൊക്കേഷനിൽ അവർക്ക് അവിടെ ബിസിനസ് നടക്കാതെ വന്നപ്പോൾ അവിടെ നിന്ന് മാറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞതിനനുസരിച്ച് അവർ പുതിയൊരു ലൊക്കേഷനിലേക്ക് അവർ കൊണ്ടുപോയി അത് സ്ഥാപിച്ചു. അന്ന് പിന്നത്തേൽ വീണ്ടും ഒരു ദൂത് പറഞ്ഞു. ആ ദൂതും നിറവേറാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് അറിഞ്ഞു. ദൈവം അത് ചെയ്യും. ദൈവം കള്ളം പറയത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കിരൺ അതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അത് സംഭവിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം അത് കാണാൻ പോവുകയാണ്. സിസ്റ്റർ, എന്താ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ 2024 ഈ ചർച്ചിൽ വരുന്നത്. ജൂലൈ മാസമാണ് വന്നത്. പല ചർച്ചിലും പോയി പലരുടെ വാക്കും ഞങ്ങളെ തകർത്ത് നല്ലൊരു ചർച്ച് ദൈവം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലൈവിലൂടെയാണ് ഈ ദൈവദാസൻ്റെയും ദാസിയുടെയും പ്രെയർ ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലിയായി ഇവിടെ വരാൻ കാരണമായത്. വന്ന സമയം പല ദൂതുകളും പറഞ്ഞുവെങ്കിലും സെപ്റ്റംബർ മാസമാണ് പാസ്റ്റർ പറഞ്ഞത്. അത് എൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ഒരു നന്മ ദൈവം തരും, അത് മുഖേന ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ദൈവദാസനും ദാസിയും ഞങ്ങളുടെ ഭവനത്തിൽ വന്നത്. ഭവനത്തിൽ വന്നപ്പോഴും ആവർത്തിച്ച് വീണ്ടും ഒക്ടോബർ മാസം ദൈവം നന്മ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ വർഷം പറഞ്ഞില്ല. ഈ ഫീൽഡിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അത് ചെയ്ത് എനിക്ക് ശീലവുമില്ല. അപ്പോൾ ഇങ്ങനെ തട്ടുകടയുടെ ഇതാണ് പറഞ്ഞത്, ഇത് ആഹാരത്തിൻ്റെ. എൻ്റെ മകൻ എപ്പോഴും കളിയാക്കും. ഞാൻ വീട്ടിൽ എന്താണ് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ഭാവിയുണ്ട്, പലഹാരം വിറ്റെങ്കിലും ജീവിച്ചോളും എന്ന് കളിയാക്കും. പക്ഷേ എനിക്ക് ഈ ദോശയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തട്ടുകട നടത്തിയുള്ള പരിചയമൊന്നുമില്ല. പക്ഷെ ദൈവദാസൻ വന്നു, പ്രാർത്ഥിച്ചു, ചെറിയ നന്മ തന്നു. അത് കൊണ്ടുപോയി ഒരു ചെറിയ പാത്രമെങ്കിലും നിങ്ങൾ വാങ്ങണോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാൽ തന്നത്. പക്ഷേ പിശാച് അതിനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ കാശ് ചിലവായി പോയി. ഒക്ടോബറിൽ ഒന്നും വഴികളൊന്നും തുറന്നില്ല, നന്മ ഒന്നും നടന്നില്ല. പക്ഷേ ഞാൻ ആരാധന മുടക്കുകയോ അതിൽ നിന്ന് പിന്മാറിപ്പോവുകയോ ഒന്നും ചെയ്തില്ല. ദൈവം വാക്ക് പറഞ്ഞത് ദൈവമാണ്, മനുഷ്യനല്ല. അപ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോട് എല്ലാ പ്രേരണയും വരും. ഉറപ്പോടെ നിന്നു. ദാരിദ്ര്യമെന്ന് പറഞ്ഞ് അറിയിക്കാൻ കഴിയത്തില്ല, അത്രത്തോളം മടുത്തുപോയി ജീവിതം. മരിച്ചാൽ മതി എന്ന് പോലെ ഈ ചർച്ചിൽ വരുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം, എന്തിനീ ജീവിതം, എന്തിനീ ജന്മം തന്നു എന്ന് പോലും ചിന്തിച്ചു. ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല, സൃഷ്ടാവിനോട് സൃഷ്ടിച്ചത് എന്തിനെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കുഞ്ഞുനാൾ മുതലേ ഞാൻ അനുഭവിച്ച കഷ്ടതകൾ. ദൈവം നടത്തി പലരുടെ വാക്കുകളും പലരുടെ പ്രവൃത്തികളും
പ്രവൃത്തികളും അധികമായ മക്കളുടെയും ദൈവദാസന്മാരുടെയും വാക്കുകളാണ് ഞങ്ങൾ മുറിവേൽപ്പിച്ചത്, തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് ദൈവം എനിക്ക് നല്ലൊരു ചർച്ചിനെയും നല്ലൊരു മാതാവും പിതാവും എന്ന് പറയാം, ആ ഒരു നല്ല സഹോദരിയും ദൈവം എനിക്ക് തന്നു. എൻ്റെ ബന്ധുക്കളെല്ലാം കൈവിട്ടു. ആ സാഹചര്യത്തിലാണ് 2025 വീണ്ടും ഈ ദൈവം വാഗ്ദത്തം നിവർത്തിക്കുവാൻ സമയമാകുമ്പോൾ വീണ്ടും ആവർത്തിച്ച് ആ വാക്കുകൾ നമ്മളെ കേൾപ്പിക്കും. അതുകൊണ്ട് പാസ്റ്റർ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം സെപ്റ്റംബർ 2025 സെപ്റ്റംബറിൽ എൻ്റെ മകളുടെ പേരിൽ ഒരു ലോണ്, അത് പല പ്രാവശ്യവും ഞങ്ങൾ മുടക്കമൊക്കെ വന്നതുകൊണ്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ സെപ്റ്റംബറിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ലോണ് വേണ്ട, അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഒക്ടോബർ മാസം വീണ്ടും അവർ സെപ്റ്റംബർ മാസം ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് ഇങ്ങോട്ട് വിളിച്ചു. അവർ പറഞ്ഞ് നിങ്ങൾക്ക് ലോൺ റെഡിയായിട്ടുണ്ട്, വരാൻ വേണ്ടി പറഞ്ഞു. ഒരു സാധ്യതയില്ല ഞങ്ങൾക്ക് വേറെ ഈ ഉപജീവനം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോണുകാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ലോണ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സാഹചര്യം അനുസരിച്ച് അടയ്ക്കാൻ കഴിയത്തില്ല, വാടക കൊടുക്കാൻ ഭക്ഷണത്തിൽ പോലും നിവൃത്തിയില്ലാതെ എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു. ഒക്ടോബർ 1 ആകുമ്പോൾ വീണ്ടും വിളിച്ചു, ഒരു സാധ്യതയില്ല. അടുത്തൊക്കെ ഉള്ളവർ പറഞ്ഞു ലോണ് കൊടുക്കരുത്, അടയ്ക്കത്തില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നൊക്കെ മാനസികമായിട്ട് അവർ പറഞ്ഞപ്പോഴും ദൈവം വിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതായതുകൊണ്ട് ഈ ലോണിൻ്റെ ഇത് ചെയ്യാൻ വരുന്ന മാഡം പറഞ്ഞായിരുന്നു, ഇതിലുള്ളവരെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ലോണ് തരാൻ പാടില്ല എന്ന്. പക്ഷെ അവരെന്തോ അതാണ് പറയുന്നത്, ദൈവമാണ് വാക്ക് പറഞ്ഞത്. മാനസികമായിട്ട് പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് ദൈവം നന്മ തരുന്നുവെങ്കിൽ അത് മാനുഷികപരമായിട്ട് തരരുത്. ആരും പറയരുത് ഞാൻ മുഖേനമാണ് നീ വളർന്നതെന്ന് പറയരുതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഒക്ടോബർ 1 ആയപ്പോൾ ലോൺ അനുവദിച്ചു. ഞാനാണ് നോമിനി, മകളും പോയി ഇവിടെ ഗ്രാമം ആണ് ആ ഓഫീസ് ഇരിക്കുന്നത്, ബാങ്ക്, അവിടെ പോയി ലോണ് ലഭിച്ചു. പക്ഷെ ലോണ് ലഭിച്ചെങ്കിൽ ചെറിയ കാര്യമാണെങ്കിലും ദൈവദാസനോടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്, ദൈവം ഇത് എന്താണ്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് വേറെ ഒരു ഉപജീവനമാണ്. പാസ്റ്റർ പറഞ്ഞില്ല, തട്ടുകട തന്നെ നടത്തണം എന്ന് പറഞ്ഞ് ദൈവദാസനാണ് ഓരോരോ ആലോചനയും ദൈവത്തോട് ചോദിച്ച് പറഞ്ഞ് ദൈവഹിതപ്രകാരമാണ് തുടങ്ങിയത്. പക്ഷേ സ്ഥലം വേറെ ഒരു സ്ഥലത്താണ് എൻ്റെ ഇഷ്ടത്തിനാണ് വെച്ചത്. പക്ഷേ അവിടെ പറ്റിയില്ല, പരാജയം വന്നു. തുടങ്ങിയ സമയത്ത് പല പ്രതികൂലങ്ങൾ, മഴ വന്നവർക്കറിയാം, ഒത്തിരി സഹോദരങ്ങൾ വന്നിരുന്ന് ശിവബ്രദറും ഫാമിലിയൊക്കെയാണ് അന്ന് ദോശ ചൂടാനൊക്കെ നിന്നത്. സാഹചര്യമെല്ലാം പ്രതികൂലമായിരുന്നു. വീട്ടിൽ നിന്നും പറഞ്ഞു മഴയാണ്, നീ എന്തിനു തുടങ്ങിയേ എന്നൊക്കെ എൻ്റെ മാതാവ് വരെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരുന്നു, ആ സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞായിരുന്നു തുടങ്ങിയത്. ഇതിനെല്ലാം പക്ക സപ്പോർട്ട് ദൈവദാസനും ദാസിയുമാണ്. എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പില്ല, അപ്പൻ ജീവിച്ചിരിപ്പോൾ ഉണ്ടെങ്കിൽ ദൈവഭക്തന് എന്താണ് നല്ല കാര്യങ്ങൾ പറയുന്നു അതേ ഇത് എൻ്റെ അപ്പ പറയത്തുള്ളൂ. അതേപോലെ ഒരു അപ്പനായും അമ്മയായും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവരുടെ വാക്കുകളാണ്. ചെറിയ വിഷയങ്ങളും ഞാൻ പാസ്റ്ററെ വിളിച്ച് അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. പാസ്റ്റർക്ക് അത് എപ്പോഴും കോൾ ചെയ്യുമ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ വിളിക്കും. എന്തെന്ന് വെച്ചാൽ സഹോദരങ്ങൾ, എൻ്റെ വലിയ കുടുംബമൊക്കെ ആണെങ്കിലും ആരും എനിക്ക് സഹായമായിട്ടില്ല. സഹായിക്കാനുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്, സാധ്യത ഉള്ളവരുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു വാക്ക് കൊണ്ടുപോലും സഹായിക്കാൻ അല്ലെങ്കിൽ നല്ല പറയാൻ ആരുമില്ല. തളർത്താനും തകർക്കാൻ മാത്രമേ എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സ്ഥാനത്താണ് നല്ലൊരു സഹോദരിയും നല്ലൊരു സഹോദരനും അതിലുപരി പുതിയ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്നാണ്
അവിടെ അമരവിളയാണ് ആദ്യം വെച്ചത്. അവിടെ എന്താണ് കച്ചവടം ഒന്നും നടന്നില്ല. ഓട്ടോ കൂലി മാത്രം ഡെയിലി 500 രൂപ ആകത്തുള്ളൂ. അപ്പോൾ ദൈവദാസൻ ഇവിടെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് ലൊക്കേഷൻ ദൈവം മാറ്റിത്തരും, നല്ല ടാർപ്പൊക്കെ കെട്ടിയിട്ടുള്ള നല്ല ഇത് ആണ് ദൈവം കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതേ ഇത് ദൈവം മാറ്റി പാസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ലോൺ അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. കരമടിച്ച ദൈവത്തിന് മാത്രം കൊടുത്താൽ പ്രാർത്ഥിക്കാം. ഇന്നലെയാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ലോണൊക്കെ അടച്ചത്. ദൈവം എന്താണ്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കാതെ ദൈവം ഇപ്പോൾ അനുദിനം എങ്ങനെ വർധനവിലേക്ക് ദൈവം നയിക്കുന്നതിന് തന്നെ ദൈവത്തിന് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ തട്ടുകട നമ്മൾ യൂട്യൂബിലൂടെ കാണാൻ പോകും. പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എപ്പോഴും വീട്ടിലും പറയും യൂട്യൂബ് ചാനലിലൊക്കെ വരണമെന്ന്. അങ്ങനെ മെനഞ്ഞാന്ന് 2 പയ്യന്മാർ വന്നിട്ട് പറഞ്ഞു യൂട്യൂബിലൊക്കെ കൊടുക്കാം, ആൻറ്റി ഒറ്റയ്ക്കല്ലേ. വരുന്നവർക്കൊക്കെ ഭയങ്കര സ്നേഹവും സന്തോഷവുമാണ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, പറയാൻ എല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ശിവ ബ്രദർ ഫാമിലിയൊക്കെ വന്ന് കണ്ടു, കിരൺ മോനൊക്കെ വന്നിരുന്നു. പാസ്റ്റർ എപ്പോഴൊക്കെ കാണുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കർത്താവിനെ നിർത്തിയിരിക്കുന്നു. അതിന് തന്നെ വലിയ സന്തോഷം. ദൈവത്തിന് സകല മഹത്വം. അതിനുശേഷം എനിക്ക് വേണ്ടി പക്ക സപ്പോർട്ടായിട്ടും പ്രാർത്ഥനയിലും വാക്കുകൾ ഏത് രീതിയിലും സപ്പോർട്ടായിരിക്കണം ദൈവദാസന് ഒരുപാട് നന്ദി.